ഹായ് സുഹൃത്തുക്കളെ, സയൻസ് സബ്ജക്റ്റുകളിൽ നെറ്റ് യോഗ്യത, നെറ്റ് JRF യോഗ്യതയൊക്കെ നേടാനായിട്ടുള്ള CSIR നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. CSIR നെറ്റിന് യോഗ്യതയുള്ള, അത് എഴുതാൻ ആഗ്രഹമുള്ള, അതിന് ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. NTA വെബ്സൈറ്റ് വഴി തന്നെയാണ്, അതായത് NTA തന്നെയാണ് CSIR നെറ്റ് പരീക്ഷയും നടത്തുന്നത്. NTA വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ CBT മോഡിലാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് എന്നുള്ളത് ഇത്തവണയും അത് തന്നെ ആയിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് NTA പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് ശ്രദ്ധിക്കുക, 19 ജൂൺ വരെ, അതായത് ജൂൺ 19 വരെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ജൂൺ 19 വരെ. അപ്പൊ അതിന് മുന്നേ തന്നെ, മുൻകൂട്ടി തന്നെ അപ്ലൈ ചെയ്യുക. UGC നെറ്റ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയും എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മുൻകൂട്ടി തന്നെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജൂൺ 19 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം എക്സാമിന്റെ ഡേറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ജൂലൈ 17, 18 തീയതികളിലായിട്ടാണ് എക്സാം, CSIR നെറ്റ് പരീക്ഷ നടക്കുന്നത്. ജൂലൈ മാസത്തിലാണ്. ജൂലൈ 17, 18 തീയതികൾ, ഏതാണ്ട് 1.5 മാസം ഇനി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. യൂഷ്വലി ഉള്ള 5 സബ്ജക്റ്റുകളാണ് CSIR നെറ്റ് നടക്കുക. ഏതൊക്കെയാണ്? കെമിക്കൽ സയൻസസ്, കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള MSc കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന കെമിക്കൽ സയൻസസ്, എർത്ത് സയൻസ്, ദെൻ ലൈഫ് സയൻസ്, നമുക്കറിയാം ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷയാണ് ലൈഫ് സയൻസ്. മാത്തമാറ്റിക്സുകാർക്ക് വേണ്ടി മാത്തമാറ്റിക്കൽ സയൻസസ്, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഫിസിക്കൽ സയൻസസ്. ഇങ്ങനെ 5 പരീക്ഷകളാണ് ഉള്ളത്. 3 മണിക്കൂറിന്റെ പരീക്ഷയാണ്, അല്ലെങ്കിൽ 180 മിനിറ്റിന്റെ പരീക്ഷയാണ്. നമുക്കറിയാവുന്നതുപോലെ CSIR നെറ്റിന്റെ ഘടനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇനിയുള്ള വീഡിയോകൾ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. ഇനിയുള്ള വീഡിയോകളിലായിട്ടും നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നതാണ്. പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്നുള്ള 3 പാർട്ടുകളായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. അതിൽ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓരോന്നിനും, ഓരോ പാർട്ടിനും ഓരോ തരത്തിലുള്ള പരീക്ഷകളുടെ മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അതിനുശേഷം നെഗറ്റീവ് മാർക്ക് ഇതിനുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വെബ്സൈറ്റ് nta.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ csirnet.nta.nic.in എന്നുള്ള വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ CSIR നെറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇതേ ചാനൽ വഴി തുടർന്നുള്ള ദിവസങ്ങളായിട്ട് നമുക്ക് നൽകാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.